മക്കളെ, വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ +2 ബയോളജിയിലെ ലാസ്റ്റ് വീഡിയോ മിസ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് വീഡിയോ. കാരണം ഇതോട് കൂടിയിട്ട് എന്റെ കുട്ടികളുടെ ബയോളജി എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ ബയോളജി എക്സാം ഭയങ്കര ഈസി ആയിട്ടാണ് പേപ്പർ കണ്ടപ്പോൾ മിസ്സിന് തോന്നിയത്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും എന്റെ മക്കൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ മിസ്സിന്റെ ചാപ്റ്റേഴ്സിലാകെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഡയറക്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാതിരുന്നത്. പക്ഷെ നമ്മൾ പഠിപ്പിച്ചത് വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, ബാക്കിയെല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള അതേ ക്വസ്റ്റ്യൻസ് നമ്മുടെ കംപ്ലീറ്റ് PYQs അതുപോലെ ഷുവർ ക്വസ്റ്റ്യൻസ് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ 2 ലൈവുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള മക്കൾക്കും അതിന് മുൻപുള്ള നമ്മുടെ ക്ലാസ് കണ്ട് ചാപ്റ്റർ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ നമ്മുടെ ആൻസർ കീയിലേക്ക് പോവാം. സോ ആദ്യത്തെ മിസ്സിന്റെ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് മിസ് ആദ്യം വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജനറ്റിക് മെക്കാനിസം വിച്ച് പ്രിവെന്റ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ പ്രിവെന്റ് ചെയ്യുന്നത് ഏതാണ്? ഇവിടെ നമ്മുടെ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി അല്ലെ, ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി ഇന്നലെ നമ്മൾ അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ഇത് നമ്മുടെ ഓർഡർ ആക്കാൻ, സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലത്തെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, കറക്റ്റ് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം ഏതാണ് വരുന്നത്? ആദ്യം നമ്മുടെ ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ, പിന്നെ ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, പിന്നെ അത് ഹോസ്റ്റിൽ ഇടുന്നു, പ്രൊഡക്റ്റ് കിട്ടുന്നു, അതിനെ പ്യൂരിഫൈ ചെയ്യുന്നു. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ഓർഡറിൽ വരുന്നത്. ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നത്. ഇനി ഇതാണ് മിസ് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ പഠിപ്പിച്ച സമയത്ത് നമ്മുടെ 10 ഹവേഴ്സിന്റെ 7 ഹവേഴ്സിന്റെ ആ ബോട്ടണി ലൈവിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നെയിം ദ ഇന്ത്യൻ ക്രോപ്പ് വെറൈറ്റി ഫോർ വിച്ച് ഇൻ 1997 അമേരിക്കയ്ക്ക് പേറ്റന്റ് കിട്ടിയിട്ടുള്ളത് ഏതാണ്? നമ്മുടെ ബസുമതി റൈസ് ആണ്. അപ്പൊ ബസുമതി റൈസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അടുത്തത് സം ഫ്ലവേഴ്സ് ആർ സെലക്ടഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ഡു നോട്ട് റിക്വയർ ഇമാസ്കുലേഷൻ ബട്ട് ബാഗിംഗ് ഇസ് എസെൻഷ്യൽ. ഇന്നലെ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തപ്പോൾ മിസ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണെങ്കിൽ മാത്രമേ ഇമാസ്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, എല്ലാവർക്കും ചെയ്യേണ്ട കാര്യമില്ല. സോ എന്താണ് ഇതിന്റെ ആൻസർ? ഇമാസ്കുലേഷൻ ഇസ് നീഡഡ് ഓൺലി ഇഫ് ദ ഫ്ലവർ ഇസ് ബൈസെക്ഷൽ. പക്ഷെ ബാഗിംഗ് എല്ലാവർക്കും ചെയ്യണം, കാരണം അൺവാണ്ടഡ് പോളൻ ഗ്രെയിൻസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാഗിംഗ് നമ്മൾ എല്ലാവർക്കും ചെയ്യും. അടുത്തത് നെയിം ദ ഓർഗാനിക് മെറ്റീരിയൽ ഫ്രം വിച്ച് ദ എക്സൈൻ ആൻഡ് ഇൻറ്റൈൻ ഓഫ് ആൻ ആൻജിയോസ്പേം പോളൻ ഗ്രെയിൻ മെയ്ഡ് അപ്പ് ഓഫ്. അതും നമ്മൾ ഇന്നലത്തെ എല്ലാ കംപ്ലീറ്റ് PYQന്റെ ലൈവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പോറോപൊള്ളനിൻ ആണ് എക്സൈനിൽ നിന്ന് കിട്ടിയത്. ആൻഡ് ഇൻറ്റൈൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? നമ്മുടെ സെല്ലുലോസും പെക്റ്റിനും ആണ്. എക്സ്പ്ലെയിൻ വിച്ച് പ്രോപ്പർട്ടി ഓഫ് എക്സൈൻ പ്രൊട്ടക്ട് ദ പോളൻ ഗ്രെയിൻ. ഏത് പ്രോപ്പർട്ടിയാണ് പോളൻ ഗ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് വെച്ചാൽ സ്പോറോപൊള്ളനിൻ, വൺ ഓഫ് ദ നോൺ റെസിസ്റ്റന്റ് മെറ്റീരിയൽ. ആസിഡിനായിക്കോട്ടെ എൻസൈമിനായിക്കോട്ടെ ടെമ്പറേച്ചറിനൊക്കെ റെസിസ്റ്റന്റ് ആയതുകൊണ്ടാണ് അതിനെ നമുക്ക് ഫോസിലൊക്കെ ആയിട്ട് പ്രിസർവ് ചെയ്യാനും പറ്റുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, DNA cannot pass through cell membrane of bacteria. കാരണം DNA എന്താണ്? ഹൈഡ്രോഫിലിക് ആണ്, അത് പ്ലാസ്മ മെംബ്രെയിനിലൂടെ പാസ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ബാക്ടീരിയൽ സെല്ലിനെ നമുക്ക് എങ്ങനെ കോമ്പീറ്റന്റ് ആക്കാം? ഇന്നലത്തെ ലൈവിൽ നമ്മൾ എല്ലാ ഓർഗാനിസംസിനെ എങ്ങനെ കോമ്പീറ്റന്റ് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലെ ബാക്ടീരിയൻ എന്താണ്? ട്രീറ്റിംഗ് വിത്ത് ഡൈവാലന്റ് കാറ്റയോൺ, ജനറലി കാൽഷ്യം 2+ ഫോളോഡ് ബൈ ഹീറ്റ് ഷോക്ക് ട്രീറ്റ്മെന്റ്, ഐസ് 42 ഡിഗ്രി സെൽഷ്യസ് ഐസ്. പിന്നെ ബാക്കിയായിട്ട് നമ്മൾ നമ്മുടെ ജീൻ ഗണ്ണും എന്താ പറയാ മൈക്രോ ഇഞ്ചക്ഷനും ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ബാക്ടീരിയയുടെ മാത്രം മതി. ഇനി അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതാണ് മിസ് പറഞ്ഞത്, ഇങ്ങനത്തെ ഒരു മാച്ചിന്റെ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷെ ഈ സാധനങ്ങളെല്ലാം നമ്മൾ പല പല ക്വസ്റ്റ്യൻസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ DNA ലിഗേസ് ആണെങ്കിൽ DNA ഫ്രാഗ്മെന്റ്സ് ജോയിൻ ചെയ്യാൻ, എക്സോ ന്യൂക്ലിയസ് നമ്മൾ 2 ടൈപ്പ് ഓഫ് ന്യൂക്ലിയസസ് പറഞ്ഞിട്ട് അതിന്റെ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂക്ലിയോടൈഡ് എൻസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ. ടാഗ് പോളിമറേസ് എന്താണ്? എക്സ്റ്റൻഷൻ ആണ് DNA ടെംപ്ലേറ്റിന്റെ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് അഗെയിൻ DNA സ്പെസിഫിക് പൊസിഷനിൽ. ഇന്നലത്തെ ലൈവിലാണ് വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് എൻഡോന്യൂക്ലിയസും അതിന്റെ ഫംഗ്ഷനും നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ തന്നെ ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. പിന്നെ ലിഗേസ് നിങ്ങൾക്ക് അറിയാം, ഇനി ഇത് മാച്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. അടുത്തത് ഇത് നമ്മൾ ഇന്നലത്തെ ക്വസ്റ്റ്യനിലും ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് PYQലും ചെയ്തിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ദ ചേഞ്ചസ് ഓഫ് പ്രോ ഇൻസുലിൻ അണ്ടർഗോ അറ്റ് ദ ടൈം ഓഫ് പ്രോസസിംഗ്. പ്രോസസിംഗിന്റെ സമയത്ത് എന്താണ്? C പോളിപെപ്റ്റൈഡ് റിമൂവ് ചെയ്യും, Aയും Bയും മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്തത് ഹൗ ആർ 2 പോളിപെപ്റ്റൈഡ് ഓഫ് എ ഫങ്ഷണൽ ഇൻസുലിൻ കെമിക്കലി ഹെൽഡ് ടുഗെദർ. രണ്ടുപേരും എങ്ങനെയാണ്? ഡൈസൾഫൈഡ് ബോണ്ട് വെച്ചിട്ടാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ പറയണേ അല്ലെ, A and B പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആർ ഹെൽഡ് ടുഗെദർ ബൈ ഡൈസൾഫൈഡ് ബോണ്ട്. ഇനി അടുത്തത്, why does the insecticidal protein Bacillus thuringiensis not kill the bacterium but kill the cotton bollworms? കാരണം ഇത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇനാക്റ്റീവ് ടോക്സിൻ ആയിട്ടാണ് പ്ലാന്റ് ബോഡിയിലും ബാക്ടീരിയൽ ബോഡിയിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബട്ട് ഗെറ്റ് ആക്ടിവേറ്റഡ് ഇൻ ദ ഗട്ട് ഓഫ് ഇൻസെക്ട് വേർ ദ pH is alkaline. അപ്പോഴാണ് ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ ആക്റ്റീവ് ടോക്സിൻ ആയിട്ട് മാറുന്നത്. ആ ഒരു കാര്യം എഴുതിയാൽ മതി. അതായത് എങ്ങനെയാണ് നമ്മുടെ ഈ BT ടോക്സിൻ ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ഇതേ ഡയഗ്രാം നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കംപ്ലീറ്റ് PYQs
ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ മോഡൽ എക്സാമിനോ ക്രിസ്മസ് എക്സാമിനോ ഏതോ ഒന്നിനും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഐഡന്റിഫൈ ദ ഫിഗർ, നമ്മുടെ മെച്യൂർ എംബ്രിയോയുടെ പിക്ചർ ആണ്. ഇനി പാർട്സ് മാർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഇത് സസ്പെൻസർ, ദ സെയിം ഡയഗ്രം ആണ്. ഓക്കെ, സി റാഡിക്കൽ, ഇ കോട്ടിലിഡൻ, ഡി നമ്മുടെ പ്ലിമ്യൂൾ. അടുത്തത് സ്റ്റേറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടിലിഡൻസ് ആണ്. അപ്പൊ ഡൈക്കോട്ട് എംബ്രിയോയിൽ കോട്ടിലിഡൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഫുഡ് സ്റ്റോർ ചെയ്യുക. നമ്മുടെ കടലയൊക്കെ നമ്മൾ എന്താ കഴിക്കുന്നത്, സ്റ്റോർഡ് ഫുഡാണ്. അതാണ് അത് സ്വെള്ളൺ ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ആകെ വരാൻ ചാൻസ് ഉള്ള ഒരു മിസ്റ്റേക്ക്, സാധാരണ ABCD ഇല്ലേ വരാന്ന് കരുതിയിട്ട് ലെറ്റേഴ്സ് മാറി എഴുതി കഴിഞ്ഞാൽ പ്രശ്നം വരും. ബാക്കിയെല്ലാം അവരെന്താണ് BCD എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് നമ്മള് സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ഇന്നലെ ലേബൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ നമ്മളെ ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാൽ റൈറ്റ് എനി 4 other features ഓഫ് സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക്. അപ്പൊ ഇതിന്റെ വേറെ ഏതെങ്കിലും ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ ഇവിടെ ആകെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ലാർജ് ക്വാണ്ടിറ്റി ഓഫ് പ്രോട്ടീൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. വേറെ ഫീച്ചേഴ്സ് പറയാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മോട്ടോർ ഉണ്ട്, പിന്നെ നമുക്കൊരു ഫോം ബ്രേക്കർ ഉണ്ട്, അതേപോലെ തന്നെ ഫ്ലാറ്റ് ബ്ലേഡഡ് ഇംപെല്ലർ ഉണ്ട്, പിന്നെ നമുക്ക് ആസിഡ് ബേസ് pH കൺട്രോളർ ഉണ്ട്, പിന്നെ നമുക്ക് സ്റ്റെറൈൽ എയർ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം ഉണ്ട്. ഇതെല്ലാം നമ്മുടെ സിമ്പിൾ സ്റ്റിർഡ് ടാങ്കിന്റെ ഫീച്ചേഴ്സ് ആണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്തത് after downstream processing the product of biosynthetic stage cannot be marketed directly. Why? Give one reason. അപ്പം ജസ്റ്റ് ഡൗൺസ്ട്രീം പ്രോസസിംഗ് എന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞു സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ആണ്. പക്ഷെ സെപ്പറേഷനും പ്യൂരിഫിക്കേഷനും കഴിഞ്ഞ് അപ്പൊ തന്നെ നമുക്ക് അതിനെ റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം എന്ത് ചെയ്യണം, നമ്മളത് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യണം, നമ്മൾ ക്ലിനിക്കൽ ട്രയൽസ് പോകണം, ഇഫ് ഇറ്റ് ഇസ് എ ഡ്രഗ്, അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ് ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പബ്ലിക്കിലേക്ക് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പോയിന്റ്സ് ആണ് അവിടെ വരേണ്ടത്. അടുത്തത് വാട്ട് ആർ ട്രാൻസ്ജെനിക് ആനിമൽസ്. ഇന്നലത്തെ ലൈവിലും ചെയ്തിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് PYQസിന്റെ ലൈവിലും ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ജെനിക് ആനിമൽസ് define transgenic animals. Animals that have had their DNA manipulated to possess and express an additional gene. Okay, then name the transgenic animal that having the large number amongst all existing. അല്ലെ, ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ആരാണ്, മൈസിലാണ്. നമ്മൾ ആരെ ചിന്തിച്ചാൽ മതി, നമ്മുടെ ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ് ഒക്കെ തന്നെ എടുത്താൽ മതി. മൈസിലാണ് ഏറ്റവും കൂടുതൽ എക്സ്പെരിമെന്റ്സ് നമ്മൾ നടത്തുന്നത്. ഇനി മെൻഷൻ എനി 3 purpose which in these animals are produced. അപ്പം ഇവരെ കൊണ്ടുള്ള ഉപയോഗമാണ് ചോദിച്ചത്. നമുക്ക് ബയോളജിക്കൽ പ്രൊഡക്ട്സ് കിട്ടാൻ വാക്സിൻ സേഫ്റ്റി ടെസ്റ്റിംഗ്, കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്, സ്റ്റഡി ഓഫ് ഡിസീസസ്, ഫിസിയോളജി, നോർമൽ ഡെവലപ്മെന്റ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എഴുതാം. ഇത് നമ്മുടെ സുവോളജിയുടെ സെക്ഷനിലേക്ക് വരുമ്പോൾ LNC20 ഒരു ഹോർമോൺ റിലീസിംഗ് IUD ആണ്. അങ്ങനെയാണെങ്കിൽ മൾട്ടിലൂഡ് 375 കോപ്പർ റിലീസിംഗ് IUD ആണ്. അടുത്തത് മിൽക്ക് പ്രൊഡ്യൂസ് ഡ്യൂറിംഗ് ഇനീഷ്യൽ ഫ്യൂ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ, കൊളസ്ട്രോൾ. ഇന്നലത്തെ ലൈവിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അടുത്തത് ഓൾ കോപ്പുലേഷൻ ഡു നോട്ട് ലീഡ് ടു ഫെർട്ടിലൈസേഷൻ ആൻഡ് പ്രഗ്നൻസി. വൈ? ഇത് നമ്മള് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കംപ്ലീറ്റ് PYQസിന്റെ ഒരു ക്വസ്റ്റിന്റെ ഇടയിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തിട്ടില്ല, പക്ഷെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് മിസ്സിന്റെ ഒരു ഓർമ്മ. കാരണം നമ്മുടെ ആംപുലറി റീജിയൻ, ആംപുലറി ഇസ്തമിക് റീജിയൻ, ആ ഒരു കൺഫ്യൂഷൻ വന്ന സമയത്താണ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് എല്ലാ പോപ്പുലേഷൻസും ഫെർട്ടിലൈസേഷനിലേക്ക് ലീഡ് ചെയ്യില്ല, കാരണം സൈമൾട്ടേനിയസ് ട്രാൻസ്പോർട്ട് ഓഫ് സ്പെർം ആൻഡ് ഓവം ഇൻ ദ ആംപുലറി റീജിയൻ. ഈ ഒരു പോയിന്റ് വന്ന സമയത്ത് അതാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആംപുലറി റീജിയനിലേക്ക് സ്പെർമും ഓവവും ഒരേ സമയം ട്രാൻസ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് നടക്കുള്ളൂ, ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. ഇനി ഗ്രാഫിയൻ ഫോളിക്കൽ ആഫ്റ്റർ ഓവുലേഷൻ എന്തായിട്ട് മാറും, കോർപ്പസ് ലൂട്ടി ആയിട്ട് മാറും. ഇത് നമ്മൾ ആ മെൻസ്ട്രുവൽ സൈക്കിളിലെ ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വാട്ട് ഇസ് എംനിയോസെന്റസിസ്, വൈ ഇറ്റ് ഇസ് ബാൻഡ് ഇൻ ഇന്ത്യ, ഇന്നലെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ് എംനിയോസെന്റസിസ് എന്ന് വെച്ചാൽ പ്രീനേറ്റൽ ടെസ്റ്റ് ആണ്. when some amniotic fluid is collected which contain fetal cells and dissolved substances. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യാനാണ്. എന്തുകൊണ്ട് ഇന്ത്യയിൽ ബാൻ ചെയ്തു? ഇറ്റ് ഇസ് ബീങ് മിസ്യൂസ്ഡ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ഫോളോഡ് ബൈ ഇൻക്രീസ് ദ ഫീമെയിൽ ഫീറ്റിസൈഡ്. പെൺകുഞ്ഞാണെങ്കിൽ കുന്നു കളയുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ ബാൻ ചെയ്തത്. ഇനി അടുത്തത് ACB. ഇന്നലെ നമ്മൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ, ഇത് ഇന്നലെയും ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് PYQസിലും ചെയ്തിട്ടുണ്ട്. അപ്പം LHഉം FSHും അല്ലെ. അപ്പൊ ഇത് ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്, ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ പിറ്റ്യൂട്ടറിയിൽ വരും. പിറ്റ്യൂട്ടറി LHഉം FSHും, LH മറ്റൊരു എല്ലിന്റെ മുകളിൽ, ദാറ്റ് ഇസ് ലേഡിക് സെല്ലിന്റെ മുകളിലാണ് ആക്ട് ചെയ്യുക. ഇനി which part of the sperm contain enzyme that help in fertilization of ovum. സ്പെർമിന്റെ ഹെഡ് പോർഷനിൽ ആക്രോസോമിന്റെ അകത്താണ് നമ്മുടെ എൻസൈംസ് കാണുന്നത്. ഇനി ഇതാ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഷുവർ ക്വസ്റ്റ്യൻ, ഇത് ഇന്നലത്തെ ലൈവിലും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതേപോലത്തെ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ കംപ്ലീറ്റ് PYQസിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇപ്പൊ നിങ്ങളുടെ എക്സാമിനും ചോദിച്ചിട്ടുള്ളത്, മൊണാസ്കസ് പെർപ്യൂരിയസും ട്രൈക്കോഡെർമയും. അത് നമ്മളതേ കറക്റ്റ് മാച്ച് ചെയ്തിട്ടുണ്ട്. മൊണാസ്കസ് പെർപ്യൂരിയസ് സ്റ്റാറ്റിൻ, നമ്മുടെ ട്രൈക്കോഡെർമ ആണെങ്കിൽ സൈക്ലോസ്പോറിൻ A. അടുത്ത ക്വസ്റ്റ്യൻ,
STDs അല്ലെ, ഇന്നലെ നമ്മൾ ഇതാ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മിസ് ഇന്നലത്തെ ലൈവിൽ തന്നെ പറഞ്ഞു, ഇനിയിപ്പോ STI ചോദിച്ചാല് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ആണ്. അതേപോലെ STI ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഇസ് മെൻ ബൈ STI എന്ന് ചോദിച്ചാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അല്ലെ. ഇനി നെയിം എനി 2 STI, നമുക്ക് ജെനൈറ്റൽ ഹെർപ്പീസ്, ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ്, ഇതിൽ ഏതെങ്കിലും പറയാം. സജസ്റ്റ് എനി 2 പ്രിവെന്റീവ് മെഷേഴ്സ്, അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ അല്ലെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, ഓൾവേസ് യൂസ് കോണ്ടംസ്. ഇനി വാട്ട് ഇസ് മെൻ ബൈ STI എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? Infections that are transmitted through sexual intercourse, transferred through സെക്ഷുവൽ കോണ്ടാക്റ്റിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻഫെക്ഷൻസിനെയാണ് നമ്മൾ STI എന്ന് പറയുക. ആൻഡ് ദാറ്റ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം മിസ്സിന്റെ സെക്ഷൻ. അപ്പം ഇത് എന്റെ മക്കൾക്ക് എല്ലാവർക്കും ഈസി ആയി ഇതേപോലെ എഴുതാൻ പറ്റി എന്ന് കരുതുന്നു. നിങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് കരുതുന്നു. എന്തായാലും നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക മക്കളെ. ബാക്കി ATR മിസ്സിന്റെയും സ്നേഹ മിസ്സിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കീ ചെക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇത്രയും ഒരു അടിപൊളി ജേർണി നിങ്ങളുടെ കൂടെ നല്ല രീതിയിൽ എൻഡ് ചെയ്യാൻ പറ്റിയതിൽ മിസ് ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെയാണെന്ന് തോന്നുന്നു. ഇനി എന്റെ കുട്ടികൾക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ തന്നെ ഉണ്ടാവട്ടെ. ഇനി നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഏതിലായാലും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കൊടുത്ത് പഠിക്കുക, നല്ല വഴിയിലൂടെ പോവുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഡ്രഗ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു കാരണവശാൽ എന്റെ കുട്ടികൾ വഴിതെറ്റി പോവാതിരിക്കുക. നിങ്ങൾക്ക് കിട്ടാനുള്ള ആ ഒരു ഏറ്റവും അടിപൊളി ഫ്യൂച്ചർ ഇല്ലാണ്ടാക്കരുത്. ഓക്കെ, അപ്പൊ നല്ല മക്കളായിട്ട് വളരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇപ്പം ഇത് കഴിഞ്ഞാൽ നമ്മുടെ നീറ്റിന്റെയും JEE ഒക്കെ നമ്മുടെ 2.0 ക്രാഷ് ബാച്ചിന്റെ താല്പര്യമുള്ള മക്കൾക്ക് താഴേക്കാവുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ചെക്ക് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ +2 ബയോളജിയുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഈസി ആയിട്ടുള്ളൊരു എക്സാം ആയിരുന്നു എന്നാണ് മിസ് വിചാരിക്കുന്നത്. നമ്മുടെ ഓർഗാനിസം പോപ്പുലേഷൻ, അതേപോലെ തന്നെ ഇക്കോ സിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി, ഈ 3 ചാപ്റ്റേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. അതായത് ആ ഭാഗത്തു നിന്നൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വേഗം ഒന്ന് നോക്കി പോകാം അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ ഇത് നമ്മൾ മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ ഏജ് പിരമിഡ് അതെന്തായാലും എക്സാമിന് ചോദിക്കും, അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, ദ സ്റ്റാറ്റസ് ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ റിഫ്ലക്ട് ഇൻ ദ ഹ്യൂമൻ ഏജ് പിരമിഡ് ഈസ് ഗിവൺ ബിലോ. അപ്പോൾ ഇത് ഏത് പോപ്പുലേഷൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് മക്കളെ? ഇവിടെ കുട്ടികളുടെ എണ്ണം ഭയങ്കര കുറവാണ് അല്ലേ. റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് വളരെ കുറവാണെങ്കിൽ അത് ഏതായിരിക്കും മക്കളെ? അത് നമ്മുടെ ഡിക്ലൈനിങ് പോപ്പുലേഷൻ ആണ്. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചല്ലേ, 3 എണ്ണം വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചായിരുന്നു അല്ലേ. ഇനി അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 10,000 ജൂൾസ് ഓഫ് എനർജിയാണ് പ്രൊഡ്യൂസർ ലെവലിലുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൗ മച്ച് എനർജി വുഡ് ടിപ്പിക്കലി ബി അവൈലബിൾ ടു ദ ടെർഷ്യറി കൺസ്യൂമർ. ഇത് നമ്മൾ സെയിം ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് മെസ്സേജ് ഇവിടെ ചെയ്ത് കണ്ട ഓർമ്മയുണ്ടോ? ഓക്കെ, ഇത് നമ്മൾ ആ ചാപ്റ്റർ റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് നമ്മൾ 10% ലോ പറഞ്ഞിട്ടില്ലേ, അതായത് എന്താണ്, ഇവിടെ പ്രൊഡ്യൂസറിന് എത്രയുണ്ടോ അതിൻ്റെ 10% മാത്രമേ അടുത്ത ലെവലിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസറിൻ്റെ ലെവലിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള എത്രയാണ്, ഇവിടെ പ്രൊഡ്യൂസറിൻ്റെ ലെവലിൽ 10,000 ജൂളാണ് എനർജി ഉള്ളത് അല്ലേ. അപ്പോൾ 10,000 ജൂളാണ് എനർജി ഉള്ളത്. അപ്പോൾ അത് നേരെ അടുത്ത പ്രൈമറി കൺസ്യൂമറിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കാം, അതിൽ നിന്നൊരു 0 കുറച്ചാൽ മതി. അതായത് അതിൻ്റെ 10% മാത്രമേ എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എവിടെ എത്രയും 1000 ജൂൾ എനർജി ആയിട്ട് മാറും. ഇനി അത് നേരെ ഇവിടേക്ക് അടുത്ത സെക്കൻഡറി കൺസ്യൂമറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കാം, അത് വീണ്ടും കുറയുന്നു, 100 ജൂൾ എനർജി ആകുന്നു. ദെൻ അതിൻ്റെയും 10% മാത്രം അടുത്ത ടേർഷ്യറി കൺസ്യൂമറിൻ്റെ ലെവലിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും 10 ജൂൾ എനർജി ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കിട്ടിയത്. അപ്പോൾ എന്ത് നിങ്ങൾ നോക്കിയാൽ മതി, 10% മാത്രമേ അടുത്ത ട്രോഫിക് ലെവലിലേക്ക് പോകുള്ളൂ എന്നുള്ളത് നോക്കി വെച്ചാൽ മതി. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ് ഇതേ സെയിം ക്വസ്റ്റ്യൻ. ഇവിടെ മിസ് 30,000 ആയിരുന്നു ഇട്ട് തന്നതെന്ന് മാത്രം. ഇവിടെ നമുക്ക് ചോദിച്ചെത്രയാണ്, 10,000 ആണ് തന്നതെന്ന് മാത്രം. ആ നമ്പറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി അടുത്തത്, സ്റ്റേറ്റ് ദ വേരിയസ് ഡിഫൻസ് മെക്കാനിസം ദാറ്റ് ദ ഫോളോയിങ് ഓർഗാനിസം ഹാവ് ടു ഇവോൾവ് ടു പ്രൊട്ടക്ട് ദംസെൽഫ് ഫ്രം പ്രിഡേറ്റേഴ്സ്. ഈ പ്രിഡേറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇവർ കുറച്ച് മെക്കാനിസം കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രോഗിൻ്റെ കേസ് നമ്മൾ പറഞ്ഞതല്ല മക്കളെ. ഫ്രോഗിൻ്റെ കേസിൽ നോക്കി കഴിഞ്ഞാൽ അവരെന്താ കാണിക്കുക, അതാ കേമോഫ്ലേജ് ആണ് കാണിക്കുക അല്ലേ. അതിന് എക്സാമ്പിളായിട്ട് ഇതേ നമ്മളോട് പറഞ്ഞിട്ടില്ലേ, ആ ഫ്രോഗ് ഇരിക്കുന്നു. അപ്പോൾ അവരെന്താണ്, ക്രിപ്റ്റിക്കലി കളേർഡ് ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് പ്രിഡേറ്റേഴ്സിന് ഈസി ആയിട്ട് അവരെ തിരിച്ചറിയാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ മൊണാർക്ക് ബട്ടർഫ്ലൈ, അവരുടെ കേസ് നമ്മൾ പറയില്ലേ, ഈ സൈഡിലുണ്ടായിരുന്നു മൊണാർക്ക് ബട്ടർഫ്ലൈ അല്ലേ. ഇവരെ കഴിക്കാനായിട്ട് എന്താണ്, തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല, ഭയങ്കര ഡിസ്റ്റേസ്റ്റ്ഫുൾ ആയിരിക്കും അല്ലേ. കാരണം എന്താണ്, ഇവരെ കാറ്റർപില്ലർ സ്റ്റേജിൽ ഒരു പോയിസണസ് വീഡ് കഴിക്കുന്നതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, അവരുടെ ഉള്ളിൽ ഒരു കെമിക്കൽ പ്രസന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ കഴിച്ചു കഴിഞ്ഞാൽ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെയാണ് അവരുടെ മെക്കാനിസംസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 എണ്ണം എൻ്റെ കുട്ടികൾ അവിടെ എഴുതാം. ഓക്കെ, ഇനി അടുത്തത്, ഇത് നമ്മൾ ഷോർട്സിലൂടെ എല്ലാത്തിലും നമ്മൾ ചെയ്തതാണല്ലേ. ഈ ഗ്രാഫ് എന്തായാലും എക്സാമിന് ചോദിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം ക്വസ്റ്റ്യൻ തന്നെയല്ലേ.
അതായത് ഇവിടെ നമ്മുടെ രണ്ട് ഗ്രോത്ത് കർവ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് എ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എന്തായിരുന്നു, രണ്ട് കർവുകളും ഏതൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഇതിൽ ഏതാണ് മോർ റിയലിസ്റ്റിക് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഏതാണ് മക്കളെ ഇവിടെ എ എന്ന് കൊടുത്തിട്ടുള്ള ഏതാണ്? എ എന്ന് കൊടുത്തിട്ടുള്ളത് നമ്മുടെ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് കർവാണ് അല്ലേ. മിസ് ഇത് ഇവിടെ എഴുതിയിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇതിൽ എ എന്ന് കൊടുത്തിട്ടുള്ളത് ഏതായിരുന്നു? എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് കർവാണ്. അതേപോലെ തന്നെ എന്താണ് ഇവിടെ ബി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ഏതാണ്? ലോജിസ്റ്റിക് ഗ്രോത്ത് കർവാണ്. ഓക്കെ റെഡി. ഇനി അതിനെ സിഗ്മോയിഡ് ഗ്രോത്ത് കർവ് എന്ന് എഴുതിയാലും വലിയ പ്രശ്നമൊന്നും ഇല്ല, നിങ്ങൾക്ക് മാർക്കൊക്കെ കിട്ടും. പക്ഷെ എന്നാലും ഏറ്റവും നല്ല ആൻസർ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് എന്ന് എഴുതുന്നതാണ്. ഓക്കെ ഇനി ഇതിൽ ഏതാണ് മോർ റിയലിസ്റ്റിക് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഏതാണ്? ഈ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് ആണ് മോർ റിയലിസ്റ്റിക് ആയിട്ടുള്ളത്. കാരണം എന്താണ്? അവിടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ് അല്ലേ. എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് കർവിലാണ് റിസോഴ്സസ് അൺലിമിറ്റഡ് ആയിട്ടുള്ളത് അല്ലേ. പക്ഷെ അങ്ങനെ ഒരു കേസ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ റിസോഴ്സ് ഒക്കെ തീർന്നു പോകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസോഴ്സസ് ലിമിറ്റഡ് ആയിട്ടുള്ള കേസ് ആരുടെ കേസിലാണ്? ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ്. മീൻസ് എപ്പോഴും പറയില്ലേ അവർ ലോജിക്കലി തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. റിസോഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു പോകും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഏത് ലോജിസ്റ്റിക് ഗ്രോത്ത് കർവാണ് കറക്റ്റ് ആയിട്ട് ആൻസർ. ഇനി ഈ ക്വസ്റ്റ്യൻ എന്താ നമ്മൾ ചെയ്താൽ dn/dt = Rn × K - n/K. ഇതിൽ K എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചിട്ട് മിസ് അത് വിത്ത് ഡെഫിനേഷൻ അടക്കം പല ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത് മാത്രമല്ല കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ K എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? K എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരിയിങ് കപ്പാസിറ്റി ആണ് അല്ലേ. ക്യാരിയിങ് കപ്പാസിറ്റി ആണ് K എന്ന് പറയുന്നത്. ഇനി അഥവാ അതിൻ്റെ ഡെഫിനേഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതിയാൽ മതി? അതായത് നിങ്ങൾക്ക് ഇനി അത് ഡെഫിനേഷൻ ആയിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞാൽ അത് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാക്സിമം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് that an environment can sustain അല്ലേ. that an environment can sustain അല്ലെ. ഒരു എൻവയോൺമെന്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആണിത്. അതാണ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇതും നമ്മൾ കുറേ എക്സാമ്പിൾസ് മിസ് ഇവിടെ രണ്ടെണ്ണം ജസ്റ്റ് ഇങ്ങനെ വെച്ചു എന്നുള്ളൂ. ഇത് കൂടെ നമ്മൾ കുറേ എക്സാമ്പിൾസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ ഇൻട്രാക്ഷൻസിൻ്റെ എക്സാമ്പിൾസ് അതെന്തായാലും ചോദിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ വെയിൽസ് ആണ് ബർണാക്കൾ. ഇതെന്താണ് മക്കളെ? ഇത് നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് പരീക്ഷയുടെ തലേ ദിവസത്തിലൊന്നും ഈ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും അതിന് മുന്നത്തെ ക്ലാസ്സുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ വെയിൽസിൻ്റെ മേലെ ബർണാക്കൾസ് ഒക്കെ കാണുന്നത് എന്താണ്? ഒരാൾക്ക് ഗുണമാണ്, മറ്റാൾക്ക് പ്രത്യേകിച്ച് ഗുണമില്ല, ദോഷമില്ല. അതായത് എന്താണ്? അത് നമ്മുടെ കമൻസാലിസത്തിന് എക്സാമ്പിൾ ആണ് അല്ലെ. കമൻസാലിസമാണ്. ഇനി മൈക്കോറൈസ രണ്ടു കൂട്ടർക്കും ഗുണമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഏതാണ്? മ്യൂച്വലിസം ആണ്. ഇനി അബിങ്ടൺ ടോർട്ടൈസ് ആൻഡ് ഗോഡ്സ് അതെന്താണ് മക്കളെ? രണ്ടുപേരും തമ്മിൽ കോമ്പറ്റീഷൻ എക്സാമ്പിൾ ആണ് അല്ലേ. ഇത് രണ്ടെണ്ണം എന്താണ്? കോമ്പറ്റീഷൻ എക്സാമ്പിൾ ആണ്. അതൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ, ഇതായിരിക്കുന്നു. ഓക്കെ ഇനി അതേപോലെ തന്നെ ടിക്സ് ഓൺ ഡോഗ്സ് അതെന്താണ് മക്കളെ? ഈ പറയുന്ന ടിക്സ് ഡോഗ്സ് നൂറ്റിയെടുക്കുകയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണ്? പാരസിറ്റിസത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ റെഡി. അപ്പോൾ ഈ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇക്കോളജിക്കൽ പിരമിഡ്സ് ഹാവ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി ഇക്കോളജിക്കൽ സിസ്റ്റംസ് ബട്ട് ഡു ഹാവ് സം ലിമിറ്റേഷൻസ് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മുടെ ഇക്കോളജിക്കൽ പിരമിഡ്സിൻ്റെ ലിമിറ്റേഷൻസ് അല്ലേ. ഇതേ നമ്മുടെ നൈറ്റ് മാരത്തോണിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണല്ലേ. ലിമിറ്റേഷൻ ചോദിച്ചത് എന്തൊക്കെയാണ്? അതായത് സെയിം സ്പീഷീസ് തന്നെ 2-3 ട്രോഫിക് ലെവൽ വന്നു കഴിഞ്ഞാൽ അതിന് കൺസിഡർ ചെയ്യില്ല. സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് ചെയിൻസിൻ്റെ കാര്യത്തിൽ മാത്രമേ ഇത് ഓക്കെ ആയിട്ടുള്ളൂ. അതാണ് ഹാർഡ്ലി ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഫുഡ് വെബിനെ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. സാപ്രോഫൈറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇതെല്ലാം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ ഇനി അടുത്തത് detritus are the raw materials for decomposition. There are several steps involved in decomposition process. ആ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ പല ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ചെയ്തല്ലേ. നെയിം ആൻഡ് എക്സ്പ്ലെയിൻ ദി പ്രോസസ്സസ് ഇൻ വിച്ച് എർത്ത് വർം ആൻഡ് ബാക്ടീരിയ ക്യാരി ഓൺ detritus. അതായത് ഈ ഡെട്രിറ്റസിന് മേലെ എർത്ത് വേമും ബാക്ടീരിയയും ആക്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അപ്പം നെയിം ആൻഡ് എക്സ്പ്ലെയിൻ ദ പ്രോസസ്സസ് ഇൻ വിച്ച് എർത്ത് വേം ആൻഡ് ബാക്ടീരിയ ക്യാരി ഓൺ ഡെട്രിറ്റസ്. ഇനി നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എർത്ത് വേം അതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്നത് ഏതാണ് മക്കളെ? നമ്മുടെ ഫ്രാഗ്മെൻറ്റേഷൻ ആണ് അല്ലേ. അപ്പോൾ മെയിനായിട്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ ആൻസർ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഫ്രാഗ്മെൻറ്റേഷനും പിന്നെ അതേപോലെ തന്നെ എന്താണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒന്നില്ലെങ്കിൽ കാറ്റബോളിസം അല്ലെങ്കിൽ മിനറലൈസേഷൻ. ഓക്കെ ഈ പ്രോസസ്സാണ് നിങ്ങളോട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അപ്പോൾ അത് ചിലപ്പോൾ കുറച്ചും കൂടി ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് കുറച്ച് കുട്ടികൾക്ക് ചിലപ്പോൾ കൺഫ്യൂസിങ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഡീകമ്പോസിഷൻ്റെ സ്റ്റെപ്പുകൾ എഴുതിയിട്ടുണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് ഇട്ട് തരും എന്നാണ് മിസ്സിന് തോന്നുന്നത്. അപ്പോൾ ശരിക്കുള്ള ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റേഷൻ അത് ഉറപ്പാണ്. എർത്ത് വേം ആക്ട് ചെയ്യുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. ഇനി ബാക്ടീരിയ ആക്ട് ചെയ്യുന്ന നോക്കി കഴിഞ്ഞാൽ കാറ്റബോളിസം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാലും കുഴപ്പമില്ല. കാരണം അവിടെ ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ എൻസൈംസിൻ്റെ എൻസൈമാറ്റിക് ഡീഗ്രഡേഷനിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കാറ്റബോളിസം എഴുതിയാലും കുഴപ്പമില്ല, മിനറലൈസേഷൻ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ റെഡി. ഇത് രണ്ടെണ്ണം എഴുതാം. ഇനി അതല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഡീകമ്പോസിഷൻ സ്റ്റെപ്പിലാണ് നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവില്ല, മാർക്ക് എന്തായാലും ഇട്ട് തരും. ഓക്കെ റെഡി സെറ്റ് ആണോ? ഇനി അടുത്തത് വാട്ട് ഈസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഓഫ് എൻ എക്കോസിസ്റ്റം ആൻഡ് ഹൗ ഈസ് ഇറ്റ് എക്സ്പ്രസ്ഡ് അല്ലേ. അതേ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? ദ റേറ്റ് ഓഫ് ബയോമാസ് അല്ലെ പ്രൊഡക്ഷൻ. അതായത് എത്രത്തോളം റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ ആണ്
റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ബയോമാസ് ബൈ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിലൂടെ എത്ര നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്നുണ്ട് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മിസ് എടുത്ത പ്രൈമറി പ്രൊഡക്ടിവിറ്റിയുടെ ആ സ്ക്രീൻഷോട്ട് അല്ല, അതിൻ്റെ എക്സ്പ്രസ് ചെയ്യുന്നത് മാത്രമാണ് മിസ് കൊടുത്തില്ല. അപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ യൂണിറ്റ് അവിടെ എഴുതി വെച്ചാൽ മതി. നമ്മൾ പറഞ്ഞിട്ടില്ലേ നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണ്? നമ്മുടെ ബയോമാസിൻ്റെ രൂപത്തിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യും, അതേപോലെ തന്നെ എന്താണ് കിലോ കാലറീസ് എനർജിയുടെ ടേംസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ ഇതിലേതാണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടികൾക്ക് അവിടെ എഴുതാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രൈമറി പ്രൊഡക്ടിവിറ്റിയുടെ ഡെഫിനിഷൻ ചെയ്താൽ മതി. ഓക്കെ, ഇതും ചിലപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ആ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ആദ്യം തന്നെ എൻ്റെ കുട്ടികളുടെ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്താണെന്നുള്ള ഇതാ, അത് നമ്മൾ കുറേ വട്ടം ഡിസ്കസ് ചെയ്തിട്ടുള്ളല്ലേ. പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആയാലും GPP ആയാലും ഏകദേശം സെയിം ഡെഫിനിഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിലൂടെ ഉണ്ടാക്കുന്ന റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ബയോമാസ്, അതാണ് എന്ത് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അത് രണ്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത് ഗ്രാമിൻ്റെ ടേമിലും അതേപോലെ തന്നെ കിലോ കാലറീസ് ആയിട്ട് നമുക്ക് ഈ യൂണിറ്റ് അവിടെ എഴുതിയാൽ മതി കേട്ടോ. ഇനി അടുത്തത് സ്റ്റേറ്റ് ദ ഇക്വേഷൻ ദാറ്റ് റെപ്രസെന്റ് ഇറ്റ്. ഏതാണ് മക്കൾ ഇക്വേഷൻ? നമ്മൾ ഇതേ ചെയ്തിരിക്കുന്നത് GPP - R = NPP. ആ ഒരു ഇക്വേഷൻ അവിടെ എഴുതിയാൽ മതി. ഇനി റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ കൺസ്യൂമർ ഇസ് കോൾഡ്. അത് ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഇരിക്കുന്നു, കണ്ടോ, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി അല്ലേ. എന്താണ് കൺസ്യൂമേഴ്സ് ഉണ്ടാക്കുന്നത്? റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ കൺസ്യൂമേഴ്സ്. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഏതാണ് മക്കളെ? അത് നമ്മുടെ അതിനെയാണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയാം, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. ഓക്കെ, റെഡി. ഇനി അടുത്തത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയുടെ ഈവൽ ക്വാർട്ടറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈവൽ ക്വാർട്ടറ്റിൽ വരുന്ന 4 റീസൺസ് അതല്ലേ നമ്മളിത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈവൽ ക്വാർട്ടറ്റിൻ്റെ 4 റീസൺസ് മിസ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഏതൊക്കെയാണ്? ഹാബിറ്റേറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ അല്ലേ. ഇവിടെ ബാക്കിയുള്ളപ്പോൾ ഹാബിറ്റേറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ വരും. പിന്നെ ഏതൊക്കെ വരാം? ഹാബിറ്റേറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ വരും. പിന്നെ അതേപോലെ തന്നെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ ഉണ്ട്. പിന്നെ പറഞ്ഞ കൂടെ കോ എക്സ്റ്റിങ്ഷൻസ് ആണ് വരിക. ഓക്കെ, ഇനി വാട്ട് ആർ ദ 2 മെത്തേഡ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ വെച്ചാൽ എന്താണ്? അതും സെയിം ക്വസ്റ്റ്യൻ അല്ലേ. 2 മേജർ അപ്രോച്ചസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ഏതാണ്? ഇൻസിറ്റു ഉണ്ട്, എക്സിറ്റ് ഉണ്ട്. അതിന് എക്സാമ്പിൾസും എൻ്റെ കുട്ടികൾക്ക് എഴുതി കൂടെ. അതും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇൻസിറ്റിന് എക്സാമ്പിൾ ആയിട്ട് നാഷണൽ പാർക്കോ അല്ലെങ്കിൽ നമ്മുടെ ബയോസ്ഫിയർ റിസർവ്സ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാം. എക്സിറ്റു ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുവോളജിക്കൽ പാർക്സ്, അതേപോലെ തന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻസ്, ക്രയോ പ്രിസർവേഷൻ, ജീൻ ബാങ്ക്, സീഡ് ബാങ്ക്, ഇത് എന്താണെന്ന് ചെയ്താൽ. ഓക്കെ, എല്ലാത്തിനും നമ്മൾ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കറക്റ്റ് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതിലൊന്നും ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. അപ്പം നന്നായിട്ട് എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ചില ക്വസ്റ്റ്യൻസ് മാത്രമാണ് കുറച്ചൊരു എന്താ പറയുക ഒരു കൺഫ്യൂസിങ് എന്നുള്ള രീതിക്ക് ആയിട്ടുള്ളത്. അപ്പം ഇത്രയാണ് മിസ്സിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിരുന്നു എന്നാണ് വിചാരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, റെഡി. അപ്പോൾ നിങ്ങൾക്ക് ഇനി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ചെയ്യാൻ വേഗം തന്നെ പറയാം. ഇനി നമ്മുടെ അടുത്ത് എന്താണ് നമ്മുടെ സ്നേഹ മിസ്സിൻ്റെ പോർഷനിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. റെഡി? യെസ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ നമ്മുടെ ജെനറ്റിക്സും അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് ദെൻ എവല്യൂഷൻ. അപ്പോൾ ഈ 4 ചാപ്റ്ററിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ 2 മാർക്കിനുള്ള 1 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടായിരിക്കുക. പക്ഷേ കാരണം അത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിലൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ആൻഡ് സ്റ്റേറ്റ് ദ റീസൺ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലാസ്സിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിംഫോയിഡ് ഓർഗൻ അല്ലേ. അതിൽ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറിയിൽ വരുന്ന ആളാണ് നമ്മുടെ ബോൺ മാരോ. ബാക്കി എല്ലാവരും എന്തിൽ വരുന്നതാണ്? സെക്കൻഡറി ലിംഫോയിഡ് ഓർഗനിൽ വരുന്നതാണ്. അപ്പോൾ അതാണ് റീസൺ. അപ്പോൾ ഇവിടെ ഓഡ് 1 ഏതാണ്? നമ്മുടെ പ്രൈമറി ലിംഫോയിഡ് ഓർഗനിൽ വരുന്ന ബോൺ മാരോ ആണ് ഇവിടെ ഓഡ് 1 ആയിട്ടുള്ള വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് പേർക്ക് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടായിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ ലൈവ് മാത്രം ഡിസ്കസ് ചെയ്ത കുട്ടികൾക്ക് ഇത് എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ നമ്മുടെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് എന്തായാലും ഈസി ആയിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. ഇനി അടുത്ത ചോദ്യം, ഇത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 6 സിമ്പിൾസ് അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. പെഡിഗ്രി ചാർട്ട് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. സോ ദ സിമ്പിൾസ് യൂസ്ഡ് ഇൻ ഹ്യൂമൻ പെഡിഗ്രി അനാലിസിസ് ഇസ് ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദി സിമ്പിൾ യൂസ്ഡ് ഇൻ ദ പെഡിഗ്രി. ഏതൊക്കെയാണ്? ഇത് എഫക്റ്റഡ് മെയിലാണ്, ഇത് മേറ്റിംഗ് ആണ് അല്ലേ. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ഇന്നലത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മിനിയാന്നത്തേലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ആണ് എക്സ്പാൻഡ് HGP. ഇതാണ് മിസ് പറഞ്ഞ 2ാമത്തെ 1 മാർക്കിൻ്റെ ചോദ്യം. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് VNTR, UTR, SNP ഇതൊക്കെ ചോദിക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷേ സിമ്പിളായിട്ട് നിങ്ങളോട് HGPൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചത്. എന്താണത്? ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. അതാണ് HGP. സിമ്പിൾ. ഇനി അടുത്ത് നോക്കാം.
The amino acid sequence of beta globin chain of hemoglobin of 2 individuals are shown. Which one belong to the hemoglobin of sickle cell anemia patient? ഇങ്ങനെ 2 ടൈപ്പ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു സിക്കിൾ സെൽ അനീമിയ അല്ലേ. അപ്പോൾ നമുക്കറിയാം സിക്കിൾ സെൽ അനീമിയയിൽ എന്താ സംഭവിക്കുക, വാലിൻ വന്നിരിക്കുകയാണ് ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം 6ാമത്തെ പൊസിഷനിൽ. അപ്പോൾ ഇതിൽ ഏതാ വരിക, 2 ആണ്. 2ാമത്തെ ഇൻഡിവിജ്വലിനാണ് സിക്കിൾ സെൽ അനീമിക് എന്ന് പറയാം. ദെൻ ഗീവ് യുവർ റീസൺ. എന്താണ് റീസൺ എന്ന് പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇവിടെ മിസ് എഴുതിയിട്ടുണ്ട് കണ്ടോ, സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ അറ്റ് ദ 6th പൊസിഷൻ ഓഫ് ബീറ്റ ഹീമോഗ്ലോബിൻ ചെയിൻ. അതാണ് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. ഇത് സിമ്പിൾ ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഷോർട്സ് ആയിട്ടും പിന്നെ നമ്മുടെ ഷുവർ ക്വസ്റ്റ്യനിൽ തലേ ദിവസത്തെ ലൈവിലും ഇന്നലത്തെ ലൈവിലും മിനിയാന്നത്തെ ലൈവിലും നമ്മൾ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. TH Morgan selected Drosophila melanogaster in his experimental material. Mention 2 reasons for selecting Drosophila as an experimental material. ആ സെയിം ക്വസ്റ്റ്യൻ ആണ് ഇത് ഇവിടെ ഉള്ളത്. കണ്ടോ. അപ്പോൾ എന്തൊക്കെ എഴുതാം, ദേ റിക്വയർ സിമ്പിൾ സിന്തറ്റിക് മീഡിയം, ഷോർട്ട് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് വിത്തിൻ 2 weeks, സിംഗിൾ മീറ്റിംഗ് ക്യാൻ പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് പ്രോജനീസ്, പിന്നെ അതുപോലെ തന്നെ ദേ ഷോ സെക്ഷൽ ഡൈമോഫിസം. ഏതെങ്കിലും 2 റീസൺ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇതിൽ നിങ്ങൾ 3 റീസൺ എഴുതിയിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അടുത്തത് നമ്മൾ നമ്മുടെ ലൈവിൽ ഓരോരോ പോയിന്റ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അതിനൊരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തു. ഓക്കെ, സയൻറ്റിസ്റ്റുകളും അവരുടെ കോൺട്രിബ്യൂഷനും. അതിൽ നമ്മുടെ അലക് ജെഫ്രി എന്താ ചെയ്തത്, DNA ഫിംഗർ പ്രിന്റിങ്ങിനെ കണ്ടെത്തിയ ഡിസ്കവർ ചെയ്ത് നമ്മുടെ അലക് ജെഫ്രി ആണ്. ഇനി ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, DNA ഡബിൾ ഹെലിക്കൽ മോഡൽ പ്രപ്പോസ് ചെയ്തതാണ്. അപ്പോൾ ഇതിലേതാ വരിക, എവിടെ, യെസ്, DNA ഹെലിക്സ് മോഡൽ ഓഫ് DNA. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് ആണ് എർവിൻ ചർഗാഫിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കണ്ടോ. ദ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ദ റേഷ്യോ ബിറ്റ്വീൻ അഡിനിൻ ആൻഡ് തൈമിൻ ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ ആർ കോൺസ്റ്റന്റ്. അതാണ് ദേ ഇവിടെ ഒന്നാമത്തേൽ മാച്ച് ചെയ്യേണ്ടത്. ദെൻ ലാസ്റ്റ് നമ്മുടെ ഫ്രെഡറിക് ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ്, ദാറ്റ് ഈസ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. അതാണ് ഇവിടെ പറഞ്ഞത്. ആർ ദ 2 steps ഇൻ ദ ഗ്രിഫിത്ത് ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെൻറ്റ്. അല്ല, അപ്പോൾ ഗ്രിഫിത്തിൻ്റെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതും മാർക്ക് ചെയ്യുക. ഇതും നിങ്ങൾക്ക് ഈസി ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതൊന്നും നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളല്ല. കുറച്ച് വെറൈറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. അടുത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു മാച്ച് ദ ഫോളോയിങ് ആയിട്ട്. അതിനെ ഈ ഒരു രീതിയിൽ ചോദിച്ചു. നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാരിയേഴ്സ്. ഇതിലേതാ വരിക, ഫിസിക്കൽ ബാരിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ എക്സാമ്പിൾ നമുക്ക് എന്ത് എഴുതാം, നമ്മുടെ സ്കിൻ എഴുതാം. ഇനി അടുത്തത് ഇന്റർഫെറോൺ വരുന്നത് സൈറ്റോകൈൻ ബാരിയർ ആണ്. PMNL ന്യൂട്രോഫിൽ വരുന്നത് ഏതാ, സെല്ലുലാർ ബാരിയർ ആണ്. HCl വരുന്നത് ഫിസിയോളജിക്കൽ ബാരിയർ. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ഡേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ. അപ്പോൾ ദേ നമ്മുടെ യൂറേ മില്ലർ എക്സ്പെരിമെൻ്റാണ് തന്നത്. ഹൂ കണ്ടക്റ്റഡ് ദ എക്സ്പെരിമെൻ്റ്, ആരാണ്, സ്റ്റാൻലി മില്ലർ ആണ്. മില്ലർ എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ദെൻ വാട്ട് ദ എയിം ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്, അതന്നെയാണ് നമ്മൾ ദേ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് എയിം എന്ന് പറയുന്നത്, ടു പ്രൂവ് കെമിക്കൽ എവല്യൂഷൻ. കെമിക്കൽ എവല്യൂഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂറേ മില്ലർ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതിലെന്താ പറയുന്നത്, ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾ. അതാണ് നമ്മുടെ കെമിക്കൽ എവല്യൂഷൻ. അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ആണ് ദേ സെയിം കണ്ടോ. സെയിം അതുപോലെ തന്നെ പക്ക അങ്ങോട്ട് ചോദിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ആണ് ഐഡന്റിഫൈ ദ ബേർഡ് ആൻഡ് ദ ഐലൻഡ്. ഓക്കെ, കണ്ടോ, ഐഡന്റിഫൈ ദ ബേർഡ് ആൻഡ് നെയിം ദ ഐലൻഡ്. ഇവിടെ ഒരു നെയിം എന്ന് പറയുന്ന സാധനം എക്സ്ട്രാ വന്നു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതേതാണ്, ഡാർവിൻ ഫിഞ്ചസ് ആണ്, ഗാലപ്പഗോസ് ഐലൻഡ് ആണ്. ദെൻ വിച്ച് എവല്യൂഷണറി ഫിനോമിനൻ ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ഫിഗർ. ഇവിടെ ഏതാണ് തന്നിട്ടുള്ളത്, അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ് തന്നിട്ടുള്ളത് അല്ലേ. അതാണ് നമ്മുടെ ഡാർവിൻ ഫിഞ്ചസ് കാണിക്കുന്നത്. ഈസി ചോദ്യമാണ് ഇത്, നിങ്ങൾ എന്തായാലും സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ഡേ സെയിം ക്വസ്റ്റ്യൻ അതുപോലെ ചോദിച്ചിരിക്കുകയാണ്. ഐഡന്റിഫൈ ദ ഡയഗ്രാം ഗിവൺ ബിലോ. ഇത് ഏത് ഡയഗ്രാം ആണ്, ഇത് നമ്മുടെ ആൻറ്റിബോഡിയുടെ ഡയഗ്രാം ആണ്. ദെൻ ലേബൽ എക്സ് ആൻഡ് വൈ. നമ്മുടെ ആൻറ്റിബോഡിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു H2L2 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇതിൽ ചെറിയ ചെയിനാണ് എക്സ് എന്ന് പറയുന്നത്, അത് ലൈറ്റ് ചെയിൻ ആണ്. വലിയ ചെയിനെയാണ് വൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്, ദാറ്റ് ഈസ് ഹെവി ചെയിൻ. ഓക്കെ, നിങ്ങൾ ലാർജ് ചെയിൻ സ്മോൾ ചെയിൻ എന്ന് എഴുതരുത് കേട്ടോ. ലൈറ്റ് ചെയിൻ ഹെവി ചെയിൻ എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അതും ഈസി. ഇനി അടുത്ത് നോക്കാം, കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഫില്ലിംഗ് ABC. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കണ്ടോ, എത്ര ഹാപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് അല്ലെ. നമ്മുടെ ഡൗൺ സിൻഡ്രോം, അതുപോലെ തന്നെ നമ്മുടെ ടർണർ സിൻഡ്രോം ഉണ്ട്, പിന്നെ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ഉണ്ട്. അപ്പോൾ അതിൽ ഓരോന്നാണ് ചോദിച്ചത്. അപ്പോൾ 45 ഓട്ടോസം പ്ലസ് XXY ഏതാണ്, ഡൗൺ സിൻഡ്രോം. ഇനി X0 ആണെങ്കിൽ ടർണർ സിൻഡ്രോം ആണ്. XXY ആണെങ്കിലോ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ആണ് വരുന്നത്. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെയും സിംറ്റംസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഡൗൺ സിൻഡ്രത്തിൽ എന്തൊക്കെ എഴുതാം,
ഫർ ഔട്ട് ടങ് ആണ്, പാർഷ്യലി ഓപ്പൺ മൗത്ത് ആണ്, സിംഗിൾ പാം ക്രീസ് ഉണ്ടായിരിക്കും, കൺജനിറ്റൽ ഹാർട്ട് ഡിസീസസ് ഉണ്ടായിരിക്കും, ഷോർട്ട് സ്റ്റാച്ചർ ആണ്, റൗണ്ട് ഹെഡ് ആണ്. ഏതെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ദെൻ ടർണർ സിൻഡ്രോം ആണെങ്കിൽ സ്റ്റെറൈൽ ഫീമെയിൽ ആയിരിക്കും, റുഡിമെന്ററി ഓവറി ആയിരിക്കും. ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ആണെങ്കിലോ സ്റ്റെറൈൽ ആയിട്ടുള്ള മെയിൽ ആയിരിക്കും, അതുകൂടാതെ തന്നെ അവർക്ക് പുവർലി ഡെവലപ്ഡ് ആയിട്ടുള്ള ടെസ്റ്റസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ഗൈനക്കോമാസ്റ്റിയ ഉണ്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഫീച്ചർ എഴുതി കഴിഞ്ഞാൽ ഇവിടെ മാർക്ക് കിട്ടി. ഇനി ഇതേ നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ്. ജെനറ്റിക് കോഡ് ഈസ് ഗിവൺ ഇൻ ദ നൈട്രജൻ ബേസ് അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് ഇൻ എൻ mRNA മോളിക്യൂൾ ദാറ്റ് കണ്ടെയ്ൻ ഇൻഫോർമേഷൻ ഫോർ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. അപ്പോൾ നമ്മുടെ ജെനറ്റിക് കോഡ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഈസ് ദ സ്റ്റാർട്ട് കോഡോൺ അല്ലേ, നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഇനീഷിയേഷൻ കോഡോൺ. ഏതാ വരിക? AUG ആണ്. വിച്ച് അമിനോ ആസിഡ് ഡസ് ഇറ്റ് റെപ്രസെൻറ്റ്? ഏത് അമിനോ ആസിഡ് ആണ്? മെത്തിയോണിനാണ് വരുന്നത്. ദെൻ റൈറ്റ് എനി 2 സ്റ്റോപ്പ് കോഡോൺ അല്ലേ, നമ്മൾ എല്ലാ 3 സ്റ്റോപ്പ് കോഡോണും നമ്മൾ ഇന്നലത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാ പറയാം? UAA, UGA and UAG. Then genetic code is degenerate. Why? അപ്പോൾ ഡീജനറസിനെ കുറിച്ച് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഡീജനറസി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നു? സിംഗിൾ അമിനോ ആസിഡ് കോഡഡ് ബൈ മോർ ദാൻ 1 കോഡോൺ ആണ് എന്തെന്ന് പറയുന്നത്? ഡീജനറേറ്റഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡീജനറസി കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളൂ. ബാക്കി എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന സെയിം കാര്യമാണ്. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വേഗം തന്നെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.